കുടുംബ പ്രാർത്ഥന പതുക്കെ പതുക്കെ മിസ്സായി. ചിലപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വലിയ ഉഷാറോടെ ഓടി നടക്കുന്ന ഒരു ഇതുണ്ടാവും. പക്ഷേ ചെറുതായിട്ട് തിരക്ക് കൂടിയിട്ടോ ചിലപ്പോൾ നമ്മൾ പറയും ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് സമയം കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ തിരക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പതുക്കെ മിസ്സായ കുടുംബങ്ങളുണ്ട്. കുടുംബ പ്രാർത്ഥന പതുക്കെ അന്യം നിന്ന് പോയ കുടുംബങ്ങളുണ്ട്. സത്യാവസ്ഥയാണ്. അത് നമ്മളെ തന്നെ ക്രിട്ടിക്കലായിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനത്തെ കുടുംബങ്ങൾ, അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ട്. ഇനി ചില ഒരു വേറൊരു വശം ഇതാണ്, കുടുംബ പ്രാർത്ഥന റെഗുലറായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം അവിടെയെങ്കിലും ഇല്ല. അതൊരു ചടങ്ങ് പോലെ, നമ്മൾ പറഞ്ഞ പോലെ ഒരു ചടങ്ങ് പോലെ അതിങ്ങനെ നടക്കുന്നു. ആദ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മിസ്സായ കുടുംബ പ്രാർത്ഥന പതുക്കെ അന്യം നിന്ന് പോയ സമൂഹങ്ങൾ, കുടുംബങ്ങൾ ഒക്കെ നോക്കുമ്പോൾ ഒരു കാരണം അവർ പറയും, നമ്മളൊക്കെ പറയും സമയമില്ല എന്ന് പറയും. ഭയങ്കര തിരക്കാണ്, സമയമില്ല. രണ്ടാമത് നമുക്കറിയാം, നമ്മൾ ടെലിവിഷനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി പ്രാർത്ഥനയുടെ സമയം. ജോൺ പോൾ മാർപ്പാപ്പ വീണ്ടും ഒരു പ്രവചനം പോലെ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ടെലിവിഷൻ ജപമാലയുടെ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയം അപഹരിച്ചു കൊണ്ടുപോയിന്ന്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ടെലിവിഷൻ മാത്രമല്ല, അത് അന്ന് അങ്ങനെ പ്രവചിച്ചപ്പോൾ അന്നത്തെ അവസ്ഥ അങ്ങനെ. ഇന്ന് മാധ്യമങ്ങൾ ഈ സമയം മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈശോയെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം മറ്റ് പല കാര്യങ്ങളും അറിയാതെ പ്രതിഷ്ഠ വന്നു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയൊക്കെ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടി അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. ഏകമനസ്സോടെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ അമ്മ. ഇതുപോലെ തന്നെ ഓരോ കുടുംബത്തിലും അമ്മയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ നല്ലൊരു റോളുണ്ട്, സ്ട്രിക്റ്റായിട്ട് കുടുംബ പ്രാർത്ഥനയെ ഒന്ന് ക്രമീകരിക്കാനും. നമ്മൾ തോബിയാസിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് തോബിയാസും ഭാര്യയും കർത്താവിൻ്റെ സംരക്ഷണത്തിനും കരുണയ്ക്കുമായിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കണം, അത് തിരിച്ചു കൊണ്ടുവരണം, ആ പ്രതിബന്ധത്തെ തോൽപ്പിക്കണം. രണ്ടാമത് ചടങ്ങിന് ആയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29 അധ്യായം 13 വാക്യം ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം: അവർ വാക്കുകൾ കൊണ്ട് എന്നെ സമീപിക്കുന്നു, അധരങ്ങൾ കൊണ്ട് എന്നെ ആരാധിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. എന്നിട്ട് പറയാണ്, അവരുടെ ഭക്തിയാകട്ടെ മനപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഹൃദയം കൊണ്ടുവച്ച് തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം കടന്നു വരാൻ ഒരു സംശയമില്ല, ആവർത്തന വിരസത തോന്നാം, ഒരു സംശയമില്ല. ഇങ്ങനെ കുറേ ഡ്രൈനെസ്, വിരക്തി, ഈ പറഞ്ഞ പോലെയുള്ള ഡ്രൈനെസ്സൊക്കെ തോന്നും. പക്ഷേ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ അത് പ്രാർത്ഥിച്ച് തന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, അത് പരിശീലിച്ച് തന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അതൊരു സ്ട്രഗിളായിട്ട് എടുക്കണം. അപ്പോൾ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് തന്നെ തോൽപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്.